ചങ്കളെ ആ കല്യാണം മാഷാ അല്ലാ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് അടിപൊളി പറഞ്ഞ മാഷാ അല്ലാ. എങ്ങനെ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് അറിയില്ല മക്കളെ. കാരണം ആ താത്താൻ്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തന്നെ കണ്ണിന്ന് വെള്ളം വരിക. നിങ്ങളൊന്ന് കേട്ടോക്കി ചങ്കളെ ആദ്യം. മോനെ മാണിക്കക്കല്ലേ, എന്നോട് ഇത്ര നന്ദി പറയണം, ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. പൊന്നെ മാണിക്കക്കല്ലേ, ഞങ്ങളെ കുടുംബങ്ങളൊക്കെ നെട്ടീന് കല്യാണത്തിന്. കുടുംബങ്ങളൊക്കെ ചോദിക്കണം എത്ര ആരിങ്ങനെ സഹായിച്ച്, ആരെന്നെ ഇങ്ങനെ എല്ലാവരും. എൻ്റെ മോൾക്ക് അതിനെക്കാട്ടിന്ന് ഡ്രസ്സ് മാറുമ്പോഴൊക്കെ പറയണം എൻ്റെ കുട്ടി മക്കൾക്കൊക്കെ നല്ല ദ്വാ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ഇല്ലെങ്കിലും ഒക്കെ ഇപ്പം നിന്നിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും എൻ്റെ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്നും ഇങ്ങനെയൊന്നും ചെയ്യണം, ഇങ്ങനെയൊന്നും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് എൻ്റെ കുട്ടീനെ മാറ്റുമ്പോൾ പോലും ഡ്രസ്സ് മാറുമ്പോൾ പോലും പറയുന്നു മോനെ ഹജ്ജൊന്നും ചെയ്യണ്ട, അതിലും വലിയ കൂലാണ് യതീമിനെ സഹായം ചെയ്തത്. എൻ്റെ കുടുംബത്തിനും ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രവാസികൾക്കും എല്ലാവർക്കും ആരോഗ്യാഫിയത്തും ദീർഘായുസ്സും ബർക്കത്ത്, കയ്യിനും കാലിനും ആരോഗ്യാഫിയത്തും വിട്ടു തരട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മരിക്കോളാം, ഞങ്ങളെ ദുആ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. അൽഹംദുലില്ലാ. നിങ്ങൾ കേട്ടില്ല ചങ്കളെ, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം ഇതിൽ ഇടപെട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട്. അതായത് പാലക്കാട്ടിൽ നിന്ന് ഒരു ബ്യൂട്ടീഷ്യന് എനിക്ക് മെസ്സേജ് പറഞ്ഞു, എനിക്ക് അവർക്ക് ഫ്രീ ആയിട്ട് അവരെ മേക്കപ്പ് ചെയ്യണം. അങ്ങനെ അവരെ നമ്പറൊക്കെ കൊടുത്ത് അവർ പാലക്കാട്ടിൽ നിന്ന് വണ്ടിയായിട്ട് വന്ന് അവർ മേക്കപ്പ് ചെയ്ത് ചങ്കളെ ആ കുട്ടീൻ്റെ ഒരു വോയിസ് ഉണ്ട് വന്നിട്ട് അന്ന് കേൾപ്പിക്കണില്ല, നമ്മൾ സങ്കടം. അള്ളാഹു ഹൈറാക്കട്ടെ. അൽഹംദുലില്ലാ. അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഇതൊരു സ്വലിയായ ഒരു അമലായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിയെ എൻ്റെ ആമീൻ സ്വീകരിക്കട്ടെ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം ഒരുപാട് ആൾക്കാർ കയ്യും മെയ്യും മറന്നിട്ടാണ്. പിന്നെ അവരോട് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ അവരെല്ലാ ചിലവുകളും നമ്മളെടുത്തത് ഇതിനെ കൊണ്ടാക്കാൻ പോയ വണ്ടി പൈസ വരെ നമ്മൾ എടുത്തിട്ട് എല്ലാം ചെയ്ത്, അപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് മാഷാ അല്ലാ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അടുത്തൊരു കുട്ടിയും കൂടി ഉണ്ട് അവർക്ക്. അതിന് ഒരാളെ മുന്നിൽ നിങ്ങൾ കൈ നീട്ടാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ തോന്നുന്നു 2.5 പവൻ എടുക്കാനുള്ള പൈസ ഉള്ളതുണ്ട്. അപ്പോൾ ആ കായ്ക്ക് ആ കുട്ടീൻ്റെ പേരിൽ നിങ്ങൾ എടുത്തോളി. അടുത്ത പ്രാവശ്യം നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല സഹായിക്കാൻ. അതുകൊണ്ട് ഒരാളെ കയ്യിൽ മുന്നിൽ നീട്ടാതെ നിങ്ങൾക്ക് ആ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ അനാവശ്യമായിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ താത്താർക്കും അറിയില്ല. അതുപോലെ തന്നെ ആ താത്താനെ സഹായിച്ച നിങ്ങളൊക്കെ എവിടെ ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല, പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിച്ചതിൻ്റെ പ്രതിഫലങ്ങൾ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടല്ലേ ഇവാന. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പത്തന്നെ വരെയുള്ള പേർക്കുറ ഞാൻ ഹമീദ് കുറ്റൂർ.